നമ്മളിന്ന് വന്നിട്ടുള്ളത് ഉറുമി വെള്ളച്ചാട്ടത്തിലേക്കാണ്. ഉറുമിയിലേക്ക് മുമ്പ് നിങ്ങൾ ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ അടുത്തായിട്ട് ഇങ്ങോട്ടേക്ക് ആരും വരാറില്ല. പണ്ട് കാലത്തൊക്കെ ഒരുപാട് പേര് സ്ഥിരമായിട്ട് കുളിക്കാൻ വന്നിരുന്ന ഒരു സ്പോട്ടാണിത്. ഇങ്ങോട്ടേക്ക് ആരും വരാറില്ല എന്ന് പറയാനുള്ള കാരണം ഇവിടെ ഇപ്പോൾ ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് ആർക്കും പെർമിഷൻ ഇല്ല വരാൻ വേണ്ടിയിട്ട്. നമ്മളിപ്പോൾ ഈ അടുത്ത നാട്ടുകാരായതുകൊണ്ട് മാത്രമാണ് ഇങ്ങോട്ടേക്ക് കയറുന്നത്. ഇനിയിപ്പോൾ ഇങ്ങോട്ട് കയറുന്നത് കണ്ടാലും ഇവർ ഫൈൻ ഈടാക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ഒരു പുതിയൊരു ജലവൈദ്യുത പദ്ധതി വരുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് ഇവർ ഇവിടെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് കുളിക്കാനൊന്നും ആർക്കും വരാൻ പറ്റാത്ത അവസ്ഥയാണ്. നമ്മളിങ്ങോട്ട് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഈ സ്ഥലം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അധികം ആരും ഇങ്ങോട്ട് കാണാറ് ഇടയില്ലാത്ത സ്ഥലമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് നമ്മളിവിടെ ഒരുപാട് കുളിക്കാൻ വന്നിട്ടുണ്ട്. ഈ കാണുന്ന കനാലിലൂടെയൊക്കെ നമ്മൾ ഒഴുകി നടക്കാറുണ്ടായിരുന്നു. നമ്മളിതിന്റെ മേലെ ഇറങ്ങിയാൽ തന്നെ നമുക്ക് താഴെ വരെ ഒഴുകി പോകാൻ പറ്റും. അതുപോലെ തന്നെ ഇത് മലമുകളിൽ നിന്ന് വരുന്ന വെള്ളമായത് കൊണ്ട് തന്നെ നല്ല തണുപ്പുമാണ് ഇവിടുത്തെ വെള്ളത്തിന്. ഉറുമിയെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ ഒരു ചെറിയ 2 വൈദ്യുത നിലയങ്ങൾ ഉണ്ട് കേട്ടോ. ഇവിടെ വൈദ്യുതി കുറച്ച് മുമ്പ് തന്നെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു സ്ഥലമാണ് ഈ ഉറുമി. അങ്ങനെയാണ് ഈ ഉറുമി സഞ്ചാരികൾക്കിടയിലൊക്കെ ഒന്ന് ഫേമസ് ആവുന്നത്. അതുപോലെ തന്നെ ഇവിടെ കയാക്കിംഗ് മത്സരങ്ങളും നടക്കാറുണ്ട്. ചില സമയങ്ങൾ മാത്രമാണ് കയാക്കിംഗ് നടക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ അതിനും വേണ്ടിയിട്ടും ഒരുപാട് ആൾക്കാർ ഇങ്ങോട്ടേക്ക് വരാറുണ്ട്. ഇനി ഈ പ്രദേശത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ തിരുവമ്പാടി കൂടരഞ്ഞി ഗ്രാമപഞ്ചായത്ത് പരിധിയിലാണ് ഈ സ്ഥലം വരുന്നത്. അതിന്റെ 4ൽ 3 ഭാഗം കൂടരഞ്ഞി പഞ്ചായത്തിന്റെ കീഴിലാണ്. കോഴിക്കോട് നഗരത്തിൽ നിന്നും കൂടരഞ്ഞി വഴി 48 കിലോമീറ്റർ സഞ്ചരിച്ചാൽ പൂവാറന്തോടിലെത്താം. പൂവാറന്തോടിന്റെ തൊട്ടു താഴെയാണ് ഈ ഉറുമി ഡാം വരുന്നത്. ഡാം മാത്രമല്ല കേട്ടോ, ഇത് ഒരു അതിമനോഹരമായ വെള്ളച്ചാട്ടം കൂടിയാണ് ഈ ഉറുമി. ഈ ഉറുമി വെള്ളച്ചാട്ടത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ മഴക്കാലങ്ങളിൽ നല്ല കുത്തി ഒഴുകുന്ന വെള്ളാട്ടം ഉണ്ടാവാം. നമ്മൾ ഈ കാണുന്ന ഈ ബണ്ടിന്റെ മേലെ കൂടെയൊക്കെ വെള്ളം നല്ല രീതിയിൽ ഒഴുകി ചാടി വരും. അപ്പൊ അത് കാണുമ്പോൾ തന്നെ നമുക്ക് നല്ല പേടിയൊക്കെ തോന്നും. ഇപ്പം മഴ അത്ര ശക്തമല്ല, അതുകൊണ്ടാണ് ഇത്ര വെള്ളം കുറവ് വരുന്നത്. നമ്മൾ ഇങ്ങോട്ടേക്ക് വരുന്ന വഴി ഇതുപോലെ ഒരു മറച്ച് കെട്ടിയിട്ട് ഒരു സംഗതി ഉണ്ട് കേട്ടോ. ഇവിടെ ഒരുപാട് പണിക്കാരുണ്ട്. ഇതിന്റെ ലെഫ്റ്റ് ഭാഗത്തായിട്ട് ഒരു പുതിയ ജലവൈദ്യുത പദ്ധതി വരുന്നുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് എന്തായാലും കാണിച്ചു തരാം. ഇപ്പം നമ്മൾ കാണാൻ പോകുന്നത് നമ്മൾ ഉറുമി വെള്ളച്ചാട്ടമാണ്. ഉറുമി വെള്ളച്ചാട്ടത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് പണ്ട് കാലത്തൊക്കെ ഇവിടെ വന്ന് ചാടി കുളിക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. കാരണം നമ്മൾ ഈ മേലെ കാണുന്ന പാറയിൽ നിന്നൊക്കെ ആൾക്കാർ താഴേക്ക് ചാടുന്നുണ്ടായിരുന്നു. അതുപോലെ ഒരുപാട് അപകടങ്ങളൊക്കെ ആ സമയങ്ങളിൽ ഇവിടെ ഉണ്ടാവാറുണ്ട്. ഇവിടെ ഒരുപാട് പേര് മരിച്ചു പോയിട്ടൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടുത്തെ ഒരു ഭംഗി വേറെ ലെവൽ തന്നെയാണ്. ഈ ലെഫ്റ്റ് കാണുന്ന ഈ ആയത്തിലെടുത്ത ഒരു കുഴി കാണുന്നില്ലേ നിങ്ങൾ, അത് ഈ പുതിയ ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമാണ്. അപ്പോൾ ഏകദേശം ഒരു 2-3 വർഷം കഴിയുമ്പോൾ ഇത് നല്ല രീതിയിൽ പ്രാവർത്തികമായിട്ട് വരും. അപ്പോൾ ചിലപ്പോൾ നമുക്ക് ഈ ഒരു വെള്ളച്ചാട്ടം ഇവിടെ കാണാൻ കിട്ടുമോ എന്നുള്ള കാര്യം സംശയം തന്നെയാണ്. ഈ വെള്ളച്ചാട്ടത്തിന്റെ ഒരു പ്രധാന പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വെള്ളം തന്നെയാണ് കേട്ടോ. ഈ വെള്ളത്തിന്റെ കളർ നോക്കിക്കേ, നല്ല പച്ച കളർ വെള്ളമാണ്. അതുപോലെ നല്ല തെളിഞ്ഞ വെള്ളമാണ് കേട്ടോ വരുന്നത്. ഈ മേലെ പാറന്റെ ഇടയിലൂടെ വരുന്ന വെള്ളം ആയതുകൊണ്ട് തന്നെ ഈ വെള്ളത്തിന് നല്ല തണുപ്പാണ്. ഇത്ര തണുപ്പ് നമുക്ക് വേറെ എവിടെയെങ്കിലും കിട്ടുമോ എന്നുള്ള കാര്യം സംശയം തന്നെയാണ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ വരുന്നത് നല്ല മഴക്കാലത്താണെങ്കിൽ ഈ വെള്ളം ഈ കെട്ടിലൂടെ ഒഴുകി വരുന്നത് കാണാൻ തന്നെ പ്രത്യേക ഭംഗിയാണ്. അത്ര ഒഴുക്കലും ശക്തിയിലൊക്കെ ആയിരിക്കും വെള്ളം വരിക. അപ്പം നമുക്ക് ഇവിടെ കയറി നിൽക്കാൻ പോലും ഭയമായിരിക്കും. കാരണം ഇതൊക്കെ ഒരു ജെർക്കിങ് വരും. നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലമൊക്കെ ഒരു ജെർക്കിങ് ആണ്. ഇത് നല്ല വെള്ളം വരുമ്പോൾ അതിങ്ങനെ ഇളകിക്കൊണ്ടേയിരിക്കും. ഞാൻ നിങ്ങളെ ഈ വീഡിയോ കാണിക്കാനുള്ള പ്രധാന കാരണം കുറച്ച് കഴിഞ്ഞാൽ ഈ വെള്ളച്ചാട്ടം നമുക്കിവിടെ കാണാൻ കിട്ടുമോ എന്നുള്ള കാര്യം സംശയം തന്നെയാണ്. ഈ ജലവൈദ്യുത പദ്ധതിയൊക്കെ വന്നാൽ ഈ ഭാഗത്തേക്ക് ആർക്കും ഒരു എൻട്രിയോ പെർമിഷനോ ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഇപ്പം തന്നെ വന്നിട്ട് വീഡിയോ എടുത്തിട്ടുള്ളത്. ഇവിടെ കാണാൻ ഈ പ്രദേശം മാത്രമല്ല കേട്ടോ ഉള്ളത്. ഇതിന്റെ കുറച്ച് മേലെയായിട്ടാണ്, ഏകദേശം 3-4 കിലോമീറ്റർ പോയാലാണ് പൂവാറന്തോട്. പൂവാറന്തോടിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്. അവിടെയാണ് നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജാതിക്ക കൃഷി ചെയ്യുന്നത്. അതുപോലെ തന്നെ അവിടെ മേടപ്പാറ, ഉടുമ്പപ്പാറ എന്നുള്ള 2 മലനിരകളുണ്ട്. അവിടുന്ന് കാണുന്ന വ്യൂസ് ഒക്കെ നല്ല കിഡിലം വ്യൂസ് തന്നെയാണ്. ഇതൊരു വൈൽഡ് ലൈഫ് പ്രദേശം കൂടിയാണ് കേട്ടോ. ഇവിടെ ചില സമയങ്ങളിൽ പുലികളെയും വന്യമൃഗങ്ങളെയൊക്കെ കാണാറുണ്ട്. ഇവിടെ ഇടയ്ക്ക് പുലിയൊക്കെ ചത്തെടുക്കാറുണ്ട് കേട്ടോ. മുമ്പൊരിക്കലും ഇവിടുത്തെ ഒരു പുലി ചത്ത നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. കാരണം അതൊരു മുള്ളംപന്നിയുടെ മുള്ളു കൊണ്ടിട്ട് ഒരു ചത്തൊരു പുലി ഉണ്ടായിരുന്നു ഈ പ്രദേശത്ത്. അതുപോലെ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഭാഗമാണ് കേട്ടോ നമ്മുടെ ഈ പുതിയ ജലവൈദ്യുത പ്രൊജക്റ്റ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നല്ല രീതിയിൽ പണി നടക്കുന്നുണ്ട്. ഇതിൻ്റെ സൈഡിലൂടെ കാണുന്ന ഈ കനാലിലൂടെയാണ് പണ്ട് നമ്മൾ ഒഴുകി പോയിരുന്നത്. ഇതിങ്ങനെ താഴെ വരെ ഒഴുകി പോകാൻ നല്ല രസമാണ്. കാരണം നല്ല തണുപ്പാണ് കേട്ടോ ഈ വെള്ളത്തിന്. ഈ ഉറുമി ഡാം കാണാൻ ഞാൻ നിങ്ങളെ ആരെയും റെക്കമെൻഡ് ചെയ്യുന്നില്ല കേട്ടോ. കാരണം ഇവിടെ പെർമിഷൻ ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങളൊന്നും റെക്കമെൻഡ് ചെയ്യാത്തത്. പക്ഷെ നിങ്ങൾ ഈ വഴിയൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് വന്ന് കണ്ടു നോക്കാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ്. മലപ്പുറം ജില്ലക്കാർക്കും കോഴിക്കോട് ജില്ലക്കാർക്കും ഈസി ആയിട്ട് വരാൻ പറ്റുന്ന ഒരു സ്പോട്ടാണിത്. നമ്മുടെ ഈ കൂടരഞ്ഞ് വന്നിട്ട് ജസ്റ്റ് ഒരു 5 കിലോമീറ്റർ വന്നാൽ നമുക്ക് ഈ ഉറുമിയിലേക്ക് എത്താം. ഇവിടെ ഒരുപാട് കുളിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഭാഗത്തെല്ലാം നമുക്ക് കുളിക്കാനുള്ള സൗകര്യം ഉള്ളത്. ഇതിന്റെ താഴെ നല്ല ഭംഗിയേറിയ പ്രദേശങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ മേൽഭാഗത്തും കുളിക്കാനാകുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ. നല്ല വെള്ളച്ചാട്ടങ്ങളും വെള്ളക്കുഴികളെല്ലാം ഉണ്ട്. നല്ല തണുപ്പ് തന്നെയാണ് ഇവിടുത്തെ വെള്ളത്തിന് എല്ലായിടത്തും ഉള്ളത്. അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ ഇങ്ങോട്ടേക്ക് വരാറുമുണ്ട് കുളിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത ഇവിടുത്തെ പ്രകൃതി തന്നെയാണ് കേട്ടോ. ഈ വരുന്ന വഴി നല്ല പച്ച പുതച്ച് നിൽക്കുന്ന പ്രദേശമാണ്. അതുപോലെ തന്നെ ഒരുപാട് കൃഷികൾ ഇതിന്റെ മേൽഭാഗത്തായിട്ടുണ്ട്.
ഇത്രയൊക്കെയാണ് നമ്മുടെ ഉറുമിയുടെ വിശേഷങ്ങൾ. അപ്പോൾ ആർക്കെങ്കിലും കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് വന്ന് കണ്ടോളൂ കേട്ടോ. നല്ലൊരു പ്ലേസ് തന്നെയാണ് കാണാൻ പറ്റിയ.